നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇന്ന് രാവിലെ ഇടിയപ്പവും സ്റ്റൂ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പൊ കുറെ ദിവസമായിട്ട് നമ്മൾ കിച്ചണിൽ വ്ളോഗൊന്നും ഇടുന്നില്ല. ചിലർക്കൊക്കെ കിച്ചൺ വ്ളോഗാണ് ഇഷ്ടം, ചിലർക്ക് ട്രാവൽ വ്ളോഗാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഒക്കെ ഭയങ്കര ലെങ്ത് 5 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന എല്ലാം കൂടി മിക്സ് ചെയ്തിടാന്ന് പറഞ്ഞ് രാവിലെ ഇടിയപ്പം ഉണ്ടാക്കുന്നു, ഇടിയപ്പം പിഴിയുന്നു, സ്റ്റൂ ഉണ്ടാക്കുന്നു, വീഡിയോസ് എല്ലാം എടുത്തേ. എന്നിട്ട് ഞാൻ ഫയൽ ക്ലിയർ ചെയ്തപ്പോൾ ഇതെല്ലാം കൂടി ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് രാവിലത്തെ വിശേഷങ്ങളൊന്നും എടുത്തതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കിച്ചണിൽ കയറിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കിച്ചണിൽ കയറുന്നില്ല, അതുകൊണ്ടാണ് കിച്ചണിലെ വീഡിയോ ഇടാത്തത് കേട്ടോ. ഇന്നലെ ഒന്നും കയറിയിട്ടേ ഉണ്ടായിരുന്നില്ല. രാത്രിയാണ് ഞാൻ കയറി വേദയ്ക്ക് സ്കൂളിൽ പോകണമല്ലോ എന്ന് പറഞ്ഞ ചോറൊക്കെ ഇട്ട് അതിനുവേണ്ടി വന്നപ്പോഴേക്കും വേദയുടെ ലഞ്ച് ബോക്സ് പോലും ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുവന്നത് കഴുകിയില്ല, മറന്നുപോയി. അപ്പോഴാണ് ഞാൻ കഴുകണത്. രാത്രി 9 മണിയാവും കേട്ടോ. അപ്പൊ അതേ മത്തി മീന് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. നല്ല നെയ്യ് മത്തിയായിട്ട് നിറച്ച് മീൻ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതിനെ ഞാൻ കഴുകി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ലഞ്ചിന് മത്തി മീന്, എരിശ്ശേരി, ചോറ് ഇത്ര തന്നെ. വേറൊക്കെ ഞാൻ സ്കൂളിൽ ചോറും തൈരും കൊടുത്തു വിട്ടു. അവൾക്ക് തൈരും ചോറും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചോറും തൈരും കൂടി കൊടുത്തു വിട്ടു. പിന്നെന്താണ്, രാവിലെ ഇടിയപ്പവും ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇടിയപ്പം ഇരിക്കണം തോന്നുന്നു. ഇത് ഇടിയപ്പത്തിന്റെ മാവ് ബാക്കി വന്നത് വേദയ്ക്ക് ഞാൻ കൊഴുക്കട്ട, ഇവിടെ കൊഴുക്കട്ട എന്ന് പറയും, കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാനിപ്പോൾ മീൻ വെട്ടിക്കൊണ്ട് നടത്തുന്ന വന്നത് നമ്മുടെ ഇന്നത്തെ ഓർഡർ, ഇന്നലെ മുതൽ ഉള്ള ഓർഡർ, ഇന്നലെ 10 മണി വരെയുള്ള ഓർഡറാണ്. ഇത്രയും എത്ര പീസ് ഉണ്ട്? 55 പീസുണ്ട്. ബാക്കി ഓർഡർ ഇനിയുള്ളത്, ഇന്നലെ 10 മണി വരെ ഉള്ളത് നമ്മൾ ഇന്ന് കൊറിയർ ചെയ്യും. ഇന്നും ഉള്ളതെല്ലാം ഇനി 10 മണിക്ക് ശേഷമുള്ളതെല്ലാം ഇനി നാളെ കൊറിയർ ചെയ്യത്തുള്ളൂ. എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനി കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്, അതെല്ലാം ഇനി നാളെ കൊറിയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇത് കാരണം പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ, നമ്മൾ പോസ്റ്റ് ഓഫീസ് ത്രൂ അല്ലേ ചെയ്യുന്നത്, അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുത്താലും അവർക്കത് ഇത്രയും ഒരു 50-70 കൂടുതൽ അവർ ചെയ്യത്തില്ല. ചിലപ്പോൾ ചെയ്തു തരും, ഫ്രീ ആണെങ്കിൽ ചെയ്തു തരും. ഈ മൺഡേ ഒക്കെ പോകുമ്പോൾ സാറ്റർഡേ സൺഡേ 2 ദിവസത്തെ അവധിയിൽ അവർക്ക് നിറയെ ഇതൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർ ചെയ്യത്തില്ല. ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ട് കേട്ടോ, ചെയ്യാത്തതല്ല. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പകുതി പേയാട് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കും, പകുതി തിരുമല പോസ്റ്റ് ഓഫീസിൽ കൊടുക്കും. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 50-50, അല്ലെങ്കിൽ ഇപ്പോൾ 150 100-ൽ കൂടുതലുണ്ടെങ്കിൽ 50-50 ആയിട്ട് കൊടുക്കുമ്പോൾ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ അന്ന് തന്നെ ഡിസ്പാച്ച് ആവും. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കൊടുത്താൽ പകുതി ഡിസ്പാച്ച് ആവത്തുള്ളൂ, പകുതി അടുത്ത ദിവസമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓർഡേഴ്സ് നമ്മൾ വരുന്നത് അതനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ആണ് ഇന്നുള്ളത്. ഇന്നലെ ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. 3-4 സ്റ്റെപ്പായിട്ടാണ് കൊണ്ടുകൊടുത്തത്. കാരണം ഇന്നലെ 10-12 മണിയായി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ രാത്രി നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കും, രാവിലെ കൊണ്ടു കൊടുക്കും. അന്ന് ഞാൻ നെട്ടയത്ത് പോയതുകൊണ്ട് രാത്രി ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ദിവസം ചെയ്തപ്പോൾ കുറേ ലേറ്റ് ആയിട്ടോ. പക്ഷെ അന്നത്തേതെല്ലാം ഇന്നലെ തന്നെ നമ്മൾ 2 സ്ഥലത്തായിട്ട് കൊടുത്ത് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. ആരും ഒന്നും നമ്മളവിടെ അല്ല, ഇവിടെ ആരും വരാനില്ല. അപ്പോൾ ശരി, ഇതൊക്കെ കൊണ്ട് കൊറിയർ എടുക്കട്ടെ. ഞാൻ മത്തി മീൻ വെക്കട്ടെ. ഇനി 1-2 കാര്യങ്ങളുണ്ട്, കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വയ്ക്കണം. ശനിയാഴ്ച കുറച്ച് മെറ്റീരിയലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് കഴിയാറായ കേട്ടോ. നമ്മൾ 300 എബോ പീസസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. അടുത്ത് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. സാരീസും കുറേ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാരീസും ഇപ്പോൾ കുറച്ചുകൂടെ പോയിട്ട് എടുക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. സാരീസും ശനി ഇനി ഇന്ന് ഞാൻ 2 ദിവസം എനിക്ക് ഉറക്കത്തിൻ്റെ ഭ്രാന്തം ഇതെല്ലാം കൂടെ ആയിരുന്നു. ഇന്നലെ ഞാൻ 9 മണിയായപ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി കേട്ടോ. ഫോൺ സൈലൻ്റ് ആക്കിയിട്ട് 9 മണിയായപ്പോൾ പോയി കിടന്നുറങ്ങി. 5:45 വരയ്ക്ക് സ്കൂളിൽ പോകണമായിട്ട് എല്ലാം വെച്ച് എഴുന്നേറ്റു. ഇന്നിപ്പോൾ ഉറക്കക്ഷീണം എല്ലാം പോയി. ഞാൻ ഇന്ന് ഓക്കെ ആയി. ഇന്നിനി ഓർഡർ വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ ശരി, എന്തായാലും മീനൊക്കെ വയ്ക്കട്ടെ. ഗൈസ്, എൻ്റെ പുതിയ ഡോബി വന്നു ഗൈസ്. ഇതെടുക്കാനായിട്ട് പോയതാട്ടോ ഞാൻ. അവരെ 2 ദിവസം കഴിയും കൊണ്ട് തരാനായിട്ട് ഇന്ന് വേണമെങ്കിൽ ചെന്നെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത് കാട്ടാക്കട കേട്ടോ വന്നിരുന്നത്. അതിങ്ങനെ കാട്ടാക്കട പോയെന്ന് എനിക്കറിയത്തില്ല. കാട്ടാക്കടയിൽ നിന്ന് പോയി ഇപ്പോൾ എടുത്തിട്ട് വന്നു ഡോബി, എൻ്റെ പുതിയ ഡോബി. കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത ഇതാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ സർവീസിനൊന്നും ആൾ പറഞ്ഞു എപ്പോഴും ബേസ് മോഡൽ എടുക്കുന്നതാണ് നല്ലത്, ഇതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബേസ് മോഡലിന് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇതെടുത്തത് കേട്ടോ. വിലയൊക്കെ എല്ലാം കണക്ക് തന്നെയാണ്. എന്തായാലും ഇത് സർവീസിൽ നിന്ന് ആൾ വരും തോന്നുന്നു നമുക്കത് ഗൈഡ് ചെയ്യാനായിട്ട്. അറിയില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും 2 ദിവസം അൺബോക്സ് ചെയ്യാണ്ട് വെച്ചേക്കാന്ന് കരുതി. കുഞ്ഞിയെ കാണാൻ ഞാൻ പോണു, അവളെ കുഞ്ഞിയെ കാണാൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങി നിൽക്കുക കേട്ടോ. ഞാനേ എന്നിട്ടേത്ത് പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിലാണ്.
കഴിഞ്ഞ ദിവസം അവളെ കൂട്ടാതെ പോയി കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല. അപ്പൊ വീഡിയോയിൽ ഞാൻ കണ്ടതോന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കണം. അങ്ങനെ കൊച്ചിനെ കാണാൻ പോണു. കൊച്ച് നെട്ടയത്തുണ്ട്. അല്ല ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും പോയി കാണും. നെട്ടയത്തുണ്ടെങ്കിൽ നെട്ടയത്ത് പോയി കാണും. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ പോണു. വേദ അതിന്റെ ദേഷ്യത്തിലാണ്. അങ്ങനെ വേദക്കുട്ടിയെ ട്യൂഷന് വിട്ടിട്ട് നേരെ നെട്ടയത്ത് വന്നപ്പോഴേക്കും ദേ അമ്മയുടെ കയ്യിൽ കടന്തൽ കൊട്ടിയിട്ട് അങ്ങനെ നീരും കയറിയിരിക്കുക. ഇന്നലെ കടിച്ചതാണ് കേട്ടോ. ഇന്നും അത് ആ നീരങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് റെഡിയാവാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ, എനിക്കൊരു കണ്ടന്റ് കൂടി ആവും എന്ന് പറഞ്ഞു കേട്ടോ. ഇന്നലെ കടിച്ചതാണെന്നേ, ഇന്നും അത് പോയില്ല. അത് അമ്മയുടെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. ചെടിച്ചട്ടിയിൽ കടന്തൽ കൂടിരുന്നു എന്ന്. അപ്പോൾ കടന്തലില്ലാന്ന് പറഞ്ഞിട്ട് ആ കൂട് കൈകൊണ്ട് എടുത്ത് കളയാൻ ശ്രമിച്ചതാണ്. ആ കൂട് നിറച്ച കടന്തലായിരുന്നു. അത് പറഞ്ഞപ്പോഴേ എനിക്കൊരു ഗൂസ് ബംസ് വരുന്നുണ്ട് കേട്ടോ. വല്ല ആവശ്യമുണ്ടോ? ഈ കടന്തലുണ്ടെങ്കിലേ നമ്മുടെ പാറ്റക്കടിക്കുന്ന ഹിറ്റില്ലേ, ആ ഹിറ്റ് അടിച്ചാൽ ഈ കടന്തലെല്ലാം അപ്പം ചത്തുപോകും കേട്ടോ. അല്ലാതെ നമ്മൾ തീ വെക്കാനോ ഒന്നും നിൽക്കേണ്ട. ജസ്റ്റ് ഹിറ്റ് എടുക്കുക, അടിക്കുക, അപ്പം തന്നെ അത് കിറങ്ങി വീണോളെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കടന്തലുണ്ടെങ്കിൽ. ഞാൻ വീട്ടിലെവിടെയെങ്കിലും കടന്തൽ കൂടുകയാണെങ്കിൽ ഹിറ്റ് അടിച്ച് എല്ലാത്തിനും അങ്ങ് കൊന്നു കളയും. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഞാൻ ചെന്ന് എത്തി നോക്കിയപ്പം കൈയും കാലോട്ട് അടിക്കുന്നത് കണ്ട് എടുത്തോണ്ട് വന്ന് പാല് കുടിച്ച് വീണ്ടും ഉറങ്ങി കേട്ടോ. ഇങ്ങനെ കിടത്തിയാൽ കിടക്കുന്ന ആളല്ല, തലയെടുത്ത് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കും. അപ്പോൾ അത്രയ്ക്ക് ഉറക്ക ക്ഷീണം ഉള്ളതുകൊണ്ടാണ് ആൾ കിടന്നത് കേട്ടോ. ആൾ ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ച് പോയി. എന്താണെന്നറിയില്ല, കറുത്ത് ഭയങ്കരമായിട്ട് അങ്ങ് മെലിഞ്ഞ പോലെയൊക്കെ തോന്നുന്നു. നീളം വെച്ചിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അവൾ നല്ല സുഖം ഉറക്കും കേട്ടോ. ഇപ്പോൾ കയ്യിലൊന്നും കിടത്തിയാൽ കിടക്കത്തില്ല, ഒന്ന് കമിഴ്ന്നൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാവും എപ്പോഴും ഇങ്ങനെ തല പൊക്കി ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടേ നിൽക്കണം. അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി വീണ്ടും എണീറ്റ് പാലൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ചീമയുടെ ഫ്രണ്ട് വന്നു കേട്ടോ, ഡോക്ടർ അരാഞ്ച. പലരും എന്നോട് ചോദിച്ചു ചീമയ്ക്ക് എന്താ ജോലി എന്നൊക്കെ എപ്പോഴും ചോദിക്കും. അത് പുതിയതായിട്ട് വീഡിയോസ് കാണുന്നവരായിരിക്കും. ചീമ ഡോക്ടറാട്ടോ. ചീമയ്ക്ക് ഹോസ്പിറ്റലിൽ കയറേണ്ട ടൈമായി. ഇപ്പോൾ 6 months അവൾ ലീവ് എഴുതി കൊടുത്തിരിക്കുകയാണ്. കാരണം ബ്രസ്റ്റ് ഫീഡ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡൊന്നും ലിക്വിഡ് പോലും വേറെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 6 months ചോറ് കൊടുത്ത് കഴിഞ്ഞ ശേഷം കയറാമെന്ന് പറഞ്ഞ് 6 months എഴുതി കൊടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് അരാഞ്ചയാണ്, ഡോക്ടർ അരാഞ്ച, ചീമയുടെ ഫ്രണ്ടാണ്. അരാഞ്ചയുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടി കുഞ്ഞിയെ കാണാനായിട്ട് വന്നത് കേട്ടോ. അരാഞ്ചയുടെ വീട് പാറശാലയാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ചക്ക മാങ്ങ, ചീമയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ ചക്ക മാങ്ങ നിറച്ച സാധനങ്ങളായിട്ട് അങ്കിളും ആൻറ്റിയും കൊടുത്ത് വിടും കേട്ടോ. ഇന്നിപ്പോൾ അങ്കിളിൻ്റെ ഒരേ നിർബന്ധമായിരുന്നു ഒന്ന് കുഞ്ഞിയെ കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്കിളും ആൻറ്റിയും കുഞ്ഞിയെ കാണാനൊക്കെ വന്ന് കുഞ്ഞിനോട് കുറേ സമയം ഇരുന്നു. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നേ. വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റിലെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം നിങ്ങളൊരു പ്രോഡക്റ്റ് എല്ലാം കാർട്ട് ചെയ്തു, അവസാനം ഫൈനൽ പേയ്മെന്റ് ഓപ്ഷൻ ആകുമ്പോൾ പലരും പേയ്മെന്റ് ചെയ്യുന്നില്ല. ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ചിലര് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത് കൊണ്ട് ബാക്ക് അടിച്ച് പോവാട്ടോ. അപ്പോൾ അതിൽ നിന്ന് കാർട്ടിലേക്ക് ആക്കുമ്പോൾ നമുക്കിവിടെ വെബ്സൈറ്റിൽ പ്രോഡക്റ്റ് മൈനസ് ആവും. അപ്പൊ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒക്കെ കാണിക്കും കേട്ടോ. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാട്ടോ. നമുക്ക് അത് പിന്നീട് ഒന്നേന്നത് ചെയ്യാനുള്ള ഒരു പാടുണ്ടേ. അപ്പോൾ ഞാൻ അതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില പീസസ് പോയി ചിലപ്പം വാട്സപ്പ് വഴി ഓർഡർ വന്ന് ചിലപ്പോൾ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ അടുക്കി പറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് എനിക്ക് മിക്കവാറും ഒരു ഇന്റർനാഷണൽ ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈം വസ്ത്ര ഇന്റർനാഷണൽ ഓർഡർ എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഓർഡർ നമുക്ക് കിട്ടുകയാണ്. അതിന്റെ ഒരു സന്തോഷത്തിലാണ്. കിട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്നോട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ചെറിയ രീതിയിൽ ഒരു കൊറിയർ ചാർജ് ഒക്കെ വരുന്നുണ്ട്. ഒരു 1/2 kg ഒക്കെയാണ്. നമ്മൾ ലോകത്തിന്റെ എവിടെ അയക്കുകയാണെങ്കിലും ഒരു 1/2 kg ഒക്കെ അയക്കുകയാണെങ്കിൽ ഒരു 600 ഒക്കെ കൊറിയർ ചാർജ് വരുന്നുണ്ട്. ഒരു 1 kg ഉള്ളിലാണെങ്കിൽ ഒരു 1 kg ഉള്ളിലാണെങ്കിൽ 600 രൂപയ്ക്ക് അടുപ്പിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ ഒരു സാരി എന്ന് പറഞ്ഞാൽ ഒരു 600 gram ഒക്കെ ആയിരിക്കും വെയിറ്റ് വരുന്നത്. അപ്പോൾ 600 gram ആകുമ്പോൾ ഒരു 2 സാരിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1200 രൂപയ്ക്ക് അകത്തൊക്കെ ആയിരിക്കും കൊറിയർ ചാർജ് വരുന്നത് കേട്ടോ. അപ്പോൾ കൊറിയർ ചാർജിന്റെ ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും നമ്മൾ ഇന്റർനാഷണൽ ഓർഡേഴ്സ് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കൊറിയറിന്റെ ഒരു ഇത് കുറച്ച് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടിയപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ കൊറിയേഴ്സും എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കൊറിയർ ചെയ്താൽ ഒരു 14 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്താണെങ്കിലും കിട്ടും കേട്ടോ. ഈ റൂം നിറഞ്ഞിരുന്നതാണ്, കണ്ടല്ലോ. ഇവിടെ ഒക്കെ ഫുൾ തുണികളായിരുന്നു, മെറ്റീരിയലും കാര്യങ്ങളും. ഇപ്പൊ നമ്മുടെ ഷെൽഫിൽ അടുക്കാനുള്ള തുണികൾ മാത്രമേ ഉള്ളൂ. 2 ദിവസമേ ആയുള്ളൂ നമ്മള് സേലത്തുനിന്ന് തുണികളെല്ലാം സേലം, മധുരൈ, ചെട്ടിനാട് എന്നൊക്കെ എല്ലാം എടുത്തിട്ടൊക്കെ വന്നിട്ട് വെറും 2 ദിവസമാണ് ആവുന്നത്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം വാർഡ്രോബില്
അല്ല ഷെൽഫിൽ ഒതുക്കാനുള്ള സാധനങ്ങളേ ഇപ്പോൾ ഉള്ളൂ. നമ്മൾ കൊണ്ടുവന്നപ്പോ എവിടെ വാരി വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തറയിലാണ് വാരിപ്പറക്കി വെച്ചിരുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഏഹ് ഏട്ടൻ ചോദിക്കണം ശനിയാഴ്ച പോവാന്ന്. ഞാൻ പറയും വയ്യ. പക്ഷെ സന്തോഷമുള്ള കാര്യം തന്നെ. എങ്കിലും നമ്മള് കഴിയണമെങ്കിൽ പോവും, സന്തോഷം. ഇത് ഇത്രയും കുറച്ചെങ്കിലും കുറച്ചുകൂടെ ഒക്കെ കഴിയണം. അതെ. നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഒക്കെ ഇതൊക്കെ നമ്മുടെ കോഡ് സെറ്റ് ഒക്കെ കേട്ടോ. കോഡ് സെറ്റ് ഒക്കെ നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ഉണ്ട്. പിന്നെ ഞാൻ ആ ഇന്റർനാഷണൽ ഇതിന്റെ കാര്യം പറഞ്ഞത് അവരിതുവരെ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. അവിടുത്തെ ഇവിടുത്തെ ടൈം ഡിഫറൻസ് ഉണ്ടല്ലോ. ഞാൻ എത്രയാണ് കൊറിയർ ചാർജ് എന്നൊക്കെ ചോദിച്ചു. യു കെയിലുള്ളതാ കേട്ടോ. യു കെയിലാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത്. എത്രയാണ് കൊറിയർ ചാർജ് എന്ന് ചോദിച്ചു. എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വെബ്സൈറ്റ് ത്രൂ നോക്കിയിട്ട് നീ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇട്ട് തന്നു. അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. ഇതുപോലെ കോഡ് സെറ്റ് ഒക്കെ ചോദിച്ചു കേട്ടോ. അതിന്റെ സൈസ് അവൈലബിൾ ആണോ, മീഡിയം സൈസ്. ഞാൻ പറഞ്ഞില്ലേ മീഡിയം സൈസ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. മീഡിയം സൈസ് ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തു കേട്ടോ. അപ്പൊ എന്തായാലും ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. ഇല്ലാന്നൊന്നും കരുതണ്ട. അവിടെ ഇരുന്ന സാധനങ്ങൾ അവിടെ പോയി തീർന്നു എന്ന് കരുതണ്ട. തീരാറായി. അതിനൊക്കെ ഞാൻ എവിടെയൊക്കെ അടുക്കി പറക്കി വെച്ചിരിക്കട്ടോ. അവിടെ വാരി വലിച്ചിട്ടേക്കണ്ടെന്ന് എഴുതി അടുക്കി പറക്കി വെച്ചു. ഇത് ഇത്രയും സമയമുള്ള ഓർഡർ നമ്മൾ ഇരുന്ന് പാക്ക് ചെയ്തതാണ്. ഇനി പാക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഓർഡേഴ്സ് ഉണ്ട്. ഇത് ഒതുക്കിക്കൊണ്ട് നിന്നത് കൊണ്ട് അതിലേക്ക് കൈവച്ചില്ല. ഇനി കുറച്ചുകൂടെ നമുക്ക് ഇതുപോലെ കൊറിയേഴ്സ് ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത് എന്തുമാത്രം. അതുപോലെ ഈ വീഡിയോ എനിക്ക് തോന്നുന്നില്ല ഈ ഡെയിലി വ്ളോഗ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. കാരണം എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് റീൽസ് ആയിട്ട് പോകുന്നതല്ലേ നല്ലത്. ഇന്നലെയൊക്കെ വീഡിയോ കണ്ടില്ലേ, വെറും 5 മിനിറ്റുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടത്. കാരണം സമയം കിട്ടുന്നില്ല. ഇതിന്റെ പുറകെ ഇരിക്കുമ്പോഴേ നമുക്ക് നമ്മളെപ്പോഴും ഇതിന്റെ പുറകെ ഇരുന്ന് അത് എഴുതുന്നു ഇത് എഴുതുന്നു പാക്ക് ചെയ്യുന്നു, അതേ നമുക്ക് ഫുൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് റീൽസ് ആയിട്ട് ഇടണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളൊന്നും പറയൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ ബൈ.